പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവിട്ട സുബ്രഹ്മണ്യ സ്വാമി രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്ന ആവശ്യവുമായി വീണ്ടും രംഗത്ത്. ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് രാഹുൽ ഗാന്ധി സ്വയം വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വാമി 2019 ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു. എന്നാൽ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല. ഇപ്പോഴത്തെ രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാനായി താൻ നൽകിയ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സ്വാമി. ഹർജി അടുത്ത ആഴ്ച ഹൈക്കോടതി പരിഗണിച്ചേക്കും. അഭിഭാഷകനായ സത്യ സബർവാളാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടി ഹർജി സമർപ്പിച്ചത്. 2003 ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്ത ബാക്ക് ഓപ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ വാർഷിക വരുമാനവുമായി ബന്ധപ്പെട്ട രേഖകളിലാണ് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് കണ്ടെത്തിയത്. ഈ കമ്പനിയുടെ ഡയറക്ടറും സെക്രട്ടറിയുമായിരുന്നു രാഹുൽ ഗാന്ധി. പ്രഥമ ദൃഷ്ട്യാ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും നിയമത്തിനുമെതിരായാണ് രാഹുൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ കാര്യം ഗൗരവമായി എടുത്ത് വേണ്ട നടപടി ഉടനടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി 2009 പ്രധാനമന്ത്രിക്കും ആഭ്യന്തര മന്ത്രാലയത്തിനും കത്തയച്ചു. കമ്പനിയുടെ 65% ഷെയറുകളും രാഹുലിന്റെ പേരിലാണെന്നും കത്തിൽ സ്വാമി ചൂണ്ടിക്കാണിക്കുന്നു. 2005 ഒക്ടോബർ 10 2006 ഒക്ടോബർ 31 സമർപ്പിച്ച കമ്പനിയുടെ വാർഷിക റിട്ടേണിൽ രാഹുൽ ഗാന്ധി തന്റെ പൗരത്വം ബ്രിട്ടീഷുകാരനാണെന്ന് പ്രഖ്യാപിച്ചതായി അദ്ദേഹം അവകാശപ്പെടുന്നു. കൂടാതെ 2009 ഫെബ്രുവരി 17 കമ്പനി പിരിച്ചുവിടൽ അപേക്ഷയിൽ രാഹുൽ ഗാന്ധിയുടെ ദേശീയത ബ്രിട്ടീഷ് ആണെന്നും സൂചിപ്പിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 9ന്റെയും 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണെന്നും സ്വാമി ആരോപിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ 9ാം അനുച്ഛേദം അനുസരിച്ച് വിദേശ പൗരത്വം സ്വയം നേടുന്നതിന് വിലക്കുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് അംഗത്തിന് മുൻകൂർ അനുമതിയില്ലാതെ വിദേശ കമ്പനിയുടെ ഭാഗമാകാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ ഇത് സംബന്ധിച്ച രേഖകൾ കാണിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ആഭ്യന്തര മന്ത്രാലയത്തിനയച്ച കത്തിൽ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. തന്റെ പരാതിയുടെ അപ്ഡേറ്റും സ്റ്റാറ്റസും ആവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് നിരവധി നിവേദനങ്ങൾ അയച്ചെങ്കിലും നടപടിയെടുക്കുകയോ അതേക്കുറിച്ച് തന്നെ അറിയിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സ്വാമി തന്റെ ഹർജിയിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ ആഭ്യന്തര മന്ത്രാലയം പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിനാലിന്റെ അസോസിയേറ്റ് അഭിഭാഷകൻ സത്യ സബർവാൾ ഒരു പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചു. എന്തുകൊണ്ടാണ് രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം എടുത്തു കളയാത്തത്? ഹർജി സമർപ്പിച്ചതിന് പിന്നാലെ സുബ്രഹ്മണ്യ സ്വാമി തന്റെ എക്സ്പോസിൽ കുറിച്ചു.